ഏതൊരു വീഡിയോ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാലും 3 മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് വരുന്നത് അല്ലെ. അപ്പോൾ എന്താണ് ഒരു സ്റ്റോറി വെർസസ് സ്ക്രീൻ പ്ലേ? അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒരു സ്റ്റോറി അല്ല ഒരു സ്ക്രിപ്റ്റ്. ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. ഇത് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് റിക്വസ്റ്റുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിലേക്കുള്ള ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഏതൊരു സക്സസ്ഫുൾ പ്രൊഡക്ഷന്റെയും തുടക്കം എന്ന് പറയുന്നത് ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റിൽ നിന്നാണ്. അതിപ്പോ ഒരു ഫീച്ചർ ഫിലിം ആയാലും, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയാലും, അഡ്വർടൈസിംഗ് ആയാലും, ഒരു ഡോക്യുമെന്ററി ആയാലും, എന്തും ആയിക്കോട്ടെ, അതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളൊരു കഥ കിട്ടി, ആ കഥനെ ഒരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റി, ആ സ്ക്രിപ്റ്റിന്റെ ബേസ് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതുക, അത് ഒരു 90% അത് എഴുതുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് തന്നെ ഇരിക്കും. ബാക്കിയുള്ള ഒരു 10% നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കഴിവുകളാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്കില്ല് കൊണ്ട്, നമ്മളുടെ ചെറിയ പ്രാക്ടീസ് കൊണ്ടൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ. ഇത്തരത്തിൽ ഒരു വെൽ റിട്ടൺ സ്റ്റോറിനെ നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വലിയ സംഭവമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ഒരു പരിധിവരെ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് തന്നെയാണ്. ഒരു സ്റ്റോറി നമ്മുടെ മൈൻഡിൽ എത്തിക്കഴിഞ്ഞ് അതിനൊരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾക്കുള്ളിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഐഡിയ തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ല രീതിയിലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വർക്കിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിംപിളി ഒരു ഗൈഡ് മാത്രമാണ്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അത് റെക്കോർഡിക്കൽ എഴുതി വെക്കാം. ആ എഴുതി വെക്കുന്ന ഒരു സംഭവം അത്രേ ഉള്ളൂ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു വലിയ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത്, ഇപ്പൊ ഒരു ഫീച്ചർ ഫിലിമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ആളുകൾ. അതുകൂടാതെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഫസ്റ്റ് ഒരു ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യേണ്ടത്. ചിലപ്പം 2-3 കാര്യങ്ങളൊക്കെ നമുക്ക് ഒരേ സമയത്ത് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണമല്ലോ. അത് നമുക്കൊരു ഗൈഡായിട്ട് ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ഏതൊരു വീഡിയോ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാലും 3 മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 3 പ്രോസസ് ആണ് വരുന്നത്. ഒന്ന് പ്രീ പ്രൊഡക്ഷൻ, പിന്നെ ഷൂട്ടിംഗ്, അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ അതൊരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെയാണ് നമ്മളൊരു സിനിമേന്റെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ എന്താണോ അതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത് പ്രീ പ്രൊഡക്ഷനിലാണ്. അതായത് ഓഡീഷൻ തൊട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു, പിന്നെ ലൊക്കേഷൻസ് നോക്കുന്നു, ബജറ്റ് ഇടുന്നു, ടെക്നീഷ്യൻസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, എങ്ങനെ ഷൂട്ട് ചെയ്യണം, ഏത് രീതിയിൽ, ഏത് ടോണിൽ, ഏതാണ് നമ്മളുടെ സിനിമയുടെ മൂഡ്, പേസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഒരു പ്ലാനിങ് സ്റ്റേജ് ആണ് പ്രീ പ്രൊഡക്ഷൻ. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ എല്ലാ കാര്യത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നുമില്ല, സിംപ്ലി എന്താണ്, നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ ഏതൊക്കെ ലൊക്കേഷൻസ് ഉണ്ട്, എത്ര ആക്ടേഴ്സ് ഉണ്ട്, ഓരോ സീനിലും ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സീൻ ബൈ സീൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു റൂട്ടീൻ, ആ ഒരു ഷോർട്ട് ലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബോർഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രീ പ്രൊഡക്ഷനിലാണ്. ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലീനിയർ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഒന്നല്ല. അതായത് ഫസ്റ്റ് നമ്മൾ കാസ്റ്റിംഗ് തന്നെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ഹണ്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യണം, അങ്ങനെ ഒരു സംഭവമില്ല. അത് ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച്, നമുക്ക് കിട്ടുന്ന റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്റ്റോറി വെർസസ് സ്ക്രീൻ പ്ലേ? ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ച ഒരു നോവലോ കഥയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം അത് സിനിമയായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ നിങ്ങൾ വായിച്ച ഏതെങ്കിലും ഒരു നോവല് അല്ലെങ്കിൽ കഥ സിനിമയായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എടാ ഇത് നോവലിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് സിനിമയിലേക്ക് വന്നപ്പോൾ അവർ സിനിമാറ്റിക് ആക്കിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ എടാ ആ സീനിന് പകരം ഇവരിങ്ങനെ ഉണ്ടാക്കിയത്, പക്ഷെ ശരിക്കും നോവൽ ആ ഒരു സീൻ ഇല്ല, അതില്ലാത്ത ഇവരുടെ കൊണ്ടുവന്നു. ഇത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു നോവലിന്റെ അഡോപ്റ്റേഷൻ ടു എ സിനിമ അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ് ആണ്. വൈ?
ബിക്കോസ് സിനിമ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആർട്ട് ഫോം ആണ്. ഒരു നോവൽ അല്ലെങ്കിൽ ബുക്ക് റൈറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരു സ്റ്റോറിയെ ഒരു സ്ക്രിപ്റ്റ് ആക്കി അതൊരു സിനിമാറ്റിക് ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഒരു സ്റ്റോറി അല്ല ഒരു സ്ക്രിപ്റ്റ്. അപ്പോൾ ഒരു സ്റ്റോറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോറിനെ നമ്മൾ എങ്ങനെ സ്ക്രിപ്റ്റ് ആക്കി മാറ്റണം? നമ്മൾ ജസ്റ്റ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു ദിവസത്തെ ഒരു കാര്യം ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ അതൊരു സ്റ്റോറി ആവും? അങ്ങനെ എഴുതുന്ന ഒരു ചെയിൻ ഓഫ് ഇവന്റ്സിനെ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറി ആക്കി മാറ്റാൻ പറ്റും? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയണ്ടേ? പറയാം. അതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത്തിൽ വരും, നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫൈൻഡിങ് എ സ്റ്റോറി ഓർ കൺവേർട്ടിംഗ് എ സ്റ്റോറി ടു എ സ്ക്രീൻ പ്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബേസിക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നതിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ പോർഷൻസിലും അല്ലെങ്കിൽ ഓരോ പാർട്ടിലും നമ്മൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഓരോ വീഡിയോയും നിങ്ങൾ മിസ് ചെയ്യാതെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെ ഒരു സ്റ്റോറി നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ആക്കി മാറ്റാം, അതല്ലെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറി നമുക്ക് പറയാം. എല്ലാത്തിനുള്ള ഉത്തരം ഇനി വരുന്ന വീഡിയോസ് വഴി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങളുടെ കംപ്ലൈൻസുകൾ കമന്റ്സ് വഴി എന്നെ അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് വഴി അറിയിക്കുക. അത് അടുത്ത വീഡിയോയിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതുവരെ ദിസ് ഈസ് ഗുഡ് ബൈ ഫ്രം തംഷി ആൻഡ് കട്ട്.